എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഹൈ ക്വാളിറ്റി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 2016 മാനുഫാക്ചറിങ്, 16 നവംബർ രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,97,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് ഓടിയിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ പൊതുവേ നമ്മളിങ്ങനെ കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടികളായിട്ട് വരാറില്ല. പക്ഷെങ്കിൽ ഈ വണ്ടി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിലൊരു സിംഗിൾ പീസ് പോലും റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല, ഒരു സിംഗിൾ പീസ് പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ ഇവരിത് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഡൽഹിയിലെ റൂള് പ്രകാരം ഈ വാഹനം ഇവർക്ക് 10 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് കൊടുക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ് നവംബർ വരെ. അതും ഇന്നേ വരെ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ 50% നോൺ ക്ലെയിം ബോണസോടുകൂടിയുള്ള ഇൻഷുറൻസ് ഈ വാഹനത്തിൻ്റെ വാലിഡ് ആണ്. 2 റിമോട്ട് കീ അവൈലബിൾ ആണ്. ഒരു കീ, സെക്കൻഡ് കീ ഉപയോഗിച്ചിട്ടേ ഇല്ല, അത്രയും ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന 4 ബ്രിഡ്സ്റ്റോണിൻ്റെ നല്ല പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ വാഹനം ഒന്ന് കാണാം. നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് പോകാം. ഞാൻ പെട്ടെന്ന് തന്നെ പെയിൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. ഞാൻ ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യുവാണ്. ഈ ഫെൻഡറിലൊന്നും പെയിൻറ്റ് വന്നിട്ടില്ല, ഈ ഡോറുകളിലൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല, ക്വാർട്ടർ പാനലിലൊന്നും പെയിൻറ്റ് ഇല്ല. ഇത് കിടക്കുന്ന മുഴുവൻ കമ്പനി ഒറിജിനൽ പെയിൻ്റ് ആണ്. ഒരു 95, 100 ആ ഒരു വേരിയേഷനാണ് നമുക്കിവിടെ എല്ലാം കാണിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും പെയിൻറ്റ് വന്നിട്ടില്ല. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. എല്ലാം 2016 അന്ന് വന്ന BG സീരീസിലുള്ള ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോർ പാടുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് ഓടിച്ചാലും നമുക്ക് ഇതൊരു 190 മേളിൽ ഓടിയതാണെന്ന് പറയത്തേയില്ല. ഇവിടുത്തെ ഒറിജിനൽ കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. ഇനി ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് വരാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിക്കിയിലെ പെയിൻറ്റ് നമ്മളൊന്ന് നോക്കുവാണ്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ഇവിടെയൊക്കെ ഒരു 97, 100 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് ഇതിൻ്റെ ആഘോഷം ഒന്ന് കാണാം. അപ്പോൾ അത് നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പൺ ക്ലോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ആദ്യം ഇവിടുത്തെ പേസ്റ്റിങ് നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ പാടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഭാഗത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും നമുക്ക് പഞ്ചിങ് മാർക്കുകൾ ക്ലീനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നോക്കുക, ഇവിടുത്തെ യാതൊരു വിധത്തിലുള്ള റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊന്നും, അല്ലെങ്കിൽ വെള്ളമൊക്കെ നിന്നിട്ട് ചെറുതായിട്ട് അവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഈ ഒരു വശവും കൂടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വശത്തെ പെയിൻറ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്ത് പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ഒരു 90, 95 ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റുകളോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. വണ്ടി ഒരു രക്ഷയില്ല,
അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഡോറുകൾ തുറന്നതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്നതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെയും ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തെ ഡോറിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫെൻഡറിലേക്ക് വരുമ്പോഴത്തേന് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റിലെ പെയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബോണറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തതാണ് ഒരു 92, 93 ആ ഒരു രീതിയിലാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ വേറെ സ്ക്രാച്ചുകളൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ 1-2 കുഞ്ഞ് സ്ക്രാച്ചുകൾ, അതൊന്നും അറിയത്ത് പോലും ഇല്ല. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ഈ ഒരു 90, 95 ആ ഒരു ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ നമ്മൾ വലിച്ചു വിടുമ്പോൾ അതിങ്ങനെ ചാടി തുറക്കണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ നട്ടുകളൊന്നും അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വയറിംഗ് ഒക്കെ നല്ല പ്രോപ്പർ കണ്ടീഷനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇതിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബാറ്ററി ഒരു അത്യാവശ്യം പഴയ ഒരു ബാറ്ററിയാണ്. ഒരു 2024 പകുതിയിൽ വാങ്ങിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. പിന്നെ നമ്മൾ എൻജിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ക്ലീനാണ്, നല്ല വൃത്തിയാക്കി അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നോർമലി ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ റസ്റ്റിൻ്റെ പ്രശ്നം വരാറുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഒരു ഭാഗത്ത് നമുക്കിതിൻ്റെ പഞ്ചിങ് മാർക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം വൺ സൈഡ് ഓടിച്ച് അല്ലെങ്കിൽ 2 സൈഡിലൂടെയായിട്ട് ഓടിച്ചിട്ടാണ് നമ്മൾ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. വണ്ടി നല്ല സ്മൂത്താണ്. ഇത്ര ഓടിയതിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളും വാഹനത്തിലില്ല. ഗിയർ ഷിഫ്റ്റ് എല്ലാം സ്മൂത്താണ്. നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. നമ്മൾ ഈ വാഹനം ഈ 1.97 ഓടിയതാണെന്നൊന്നും നമുക്ക് ഈ വാഹനം കണ്ടാലും മനസ്സിലാകില്ല. അത്രയും വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ കൺസോളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ഒന്നും സ്വിച്ചുകളൊന്നും ഡാമേജ് ആയിട്ടില്ല. എല്ലാം നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നോർമലി നമുക്ക് ഫോർച്യൂണറിലും ക്രിസ്റ്റയിലും വരുന്നൊരു പ്രശ്നമാണ് ഈ ക്രാക്ക് വീഴുന്നത്. എന്നാൽ തന്നെ ഈ വാഹനത്തിൽ 1-2 ചെറിയ ക്രാക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീറ്റുകളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അതിലും സംഭവിച്ചിട്ടില്ല. ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഇത്ര ഓടിയതിൻ്റെ സാധാരണ ഈ ഒരു ഭാഗമൊക്കെ കുറേയൊക്കെ അമങ്ങി പോകുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ചെറിയ ഒരു പതുക്കം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ വലിയ ഒരു ഡാമേജ് ഒന്നും അതിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകൾ കാണാം. പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ അതേ ക്വാളിറ്റി തന്നെ പുറകിലും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെയാണ് പുറകിലത്തെ സീറ്റുകൾ ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ റോ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റൂഫിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം ഒരു പുതിയ വണ്ടിയുടെ ടോപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിയാണെന്നോ ഇത്രയും കിലോമീറ്റർ ഓടിയതാണെന്നോ ഒന്നും ഇതിൻ്റെ ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒന്നും കണ്ടാൽ നമുക്ക് തോന്നില്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം.
ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി അലോയ്സ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഫ്രണ്ടിൽ 2 ബ്രിഡ് സ്റ്റോണിൻ്റെ പുതിയ ടയറുകളും അത് ഫുള്ള് ത്രെഡുള്ള പുതിയ ടയറുകളാണ്. പുറകിലേക്ക് വരുമ്പോഴത്തേന് ഗുഡ് ഇയറിൻ്റെ 2 പുതിയ ടയറുകളുമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ടയറിൻ്റെ ഭാഗത്തോട്ടൊന്നും നമ്മൾ നോക്കുകയേ വേണ്ട. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി ഒരു ആവറേജ് സ്റ്റെപ്പിനിയേ ഉള്ളൂ. ഒരു 60% ഉള്ള ഒരു സ്റ്റെപ്പിനി മാത്രമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറയാനായിട്ട് മറന്നുപോയി, ക്ഷമിക്കുക. നമ്മളുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും കോൾ വന്നിട്ട് ചോദിക്കാറുണ്ട് വണ്ടികൾക്ക് ലോൺ കിട്ടുമോ എന്നുള്ളത്. ഈ വണ്ടിക്ക് ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഡൽഹിയിലുള്ള വാഹനങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാഹനം ലോണിൽ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ തീർച്ചയായിട്ടും വിളിക്കുക. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് വണ്ടികളുടെ ഫോട്ടോസ് ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. നല്ല ക്ലീൻ വണ്ടികൾ നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകത്തില്ല എന്നുള്ള കാര്യവും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ വാഹനത്തിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. 2016 മാനുഫാക്ചറിങ്, 16 നവംബർ രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,97,000 ഓടിയിട്ടുള്ളൊരു വാഹനമാണിത്. പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിരിക്കുന്നതാണ്. ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ വന്നിട്ടില്ല. അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ 0 ഡെപ്ത് ഇൻഷുറൻസ് ഈ വർഷം അവസാനം നവംബർ വരെ വാലിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്ലെയിം പോലും ഇല്ലാത്തൊരു വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ് 18,25,000 രൂപ വിത്ത് NOC. അപ്പോൾ ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ലോണിലാണെങ്കിൽ പോലും ഈ വാഹനം എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം, അത് ടൊയോട്ടയുടെ ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, ഓഡി ആയിക്കോട്ടെ, ചെറിയ വാഹനങ്ങളായിക്കോട്ടെ, ഏത് വാഹനമാണെങ്കിലും നമ്മൾ നോക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.